ചില എന്ന് പറഞ്ഞവരെ സുവിശേഷം നമ്മൾ വായിച്ചതായിട്ട് ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ചുള്ള പ്രവചനം നടത്തുന്ന രംഗമാണ് നമ്മൾ വായിച്ചതായിട്ട്. ഇവിടെ ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ്, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടും, എനിക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, ഞാൻ മരിക്കും, പക്ഷെ മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുകയാണ്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഈശോ മരണത്തിലേക്കാണ് നടന്നതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അല്ലെ? നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക, ആ യാത്രയിൽ ഉറപ്പായിട്ട് നമ്മൾ മരിക്കും എന്ന് ദൈവം നമുക്ക് 100% ഗ്യാരണ്ടി ഉറപ്പായിട്ട് നമ്മളോട് പറയാൻ മരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ എനിക്ക് ആ യാത്ര മാറ്റിവെക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് വിചാരിക്കും. എന്നിട്ടും ഞാൻ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയും? ഈശോ പറയുകയാണ്, ഈശോ ഇത് പറയുന്നു, ശിഷ്യന്മാര് പറയുന്നുണ്ട്, നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, പത്രോസൊക്കെ പറയുന്നുണ്ട്, കർത്താവ് ദൈവം കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈശോ എന്താണ് പറയുന്നത്? അപ്പൊ ഈശോ പത്രോസിനെ തടയുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. കാരണം എന്താണ്? ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇതിലൂടെയാണ് മനുഷ്യന്റെ രക്ഷ സാധ്യമാവുകയുള്ളൂ എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ നേരിടാൻ പോകുന്ന പീഡനത്തെ ഏറ്റെടുക്കാനായിട്ട് ഈശോ മുന്നിൽ വരികയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. അതായത് താൻ സഹിക്കാൻ പോകുന്ന പീഡനങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടും അവയെ ഒഴിവാക്കാതെ ഈശോയെ സ്വീകരിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ്? എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യകുലത്തെ മുഴുവനായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നടക്കും എന്നറിയുന്ന, അല്ലെങ്കിൽ എന്തായാലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്ന ഒരു പീഡനത്തെ ഈശോ ഏറ്റെടുക്കുകയാണ്. അതിൽ നിന്നും വഴിമാറി പോകാതെ, അതിൽ നിന്നും ഒളിച്ചു നടക്കാതെ ഈശോ ആ പീഡനത്തെ ഏറ്റെടുക്കാനായിട്ട് ജെറുസലേമിലേക്ക് യാത്രയാവുകയാണ്. വളരെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോ പീഡ സഹിച്ചതും മരിച്ചതും ഉയർന്നതുമെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണെന്ന ബോധ്യത്തോടെ ജീവിക്കാനാണ് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.